ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് വരാൻ പോവാണ്. ആണോ? എങ്ങനെ വരാൻ പോകുന്നത്? തമ്പായി കൂടെ ഇതാ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു ആണ്. സൂപ്പർ സൂപ്പർ. അപ്പോ വിഷുവിന്റെ കണി ഒരുക്കങ്ങളില് കിടക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീട്ടിൽ കൂടി ആദ്യത്തെ വിഷയമായിരുന്നല്ലേ കഴിഞ്ഞ കൊല്ലം. അത് വാവയായിരുന്നു മൊത്തം സെറ്റാക്കിയത്. ഇത്തവണ ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. കഴിഞ്ഞ വട്ടത്തെ വിഷുവിൻ്റെ അല്ലേ? അപ്പൊ ഈ വട്ടത്തെ വിഷുവിന്റെ കണി ഇതാണ് വിഷുക്ക് വേണ്ട സാധനം. വിഷുക്ക് വേണ്ട സാധനം. അപ്പൊ ഈ തവണ അമ്മയാണ് കണി വെക്കുന്നത്. അമ്മേ ബബ്ലു ഉണ്ടോ? ബബ്ലു ഉണ്ട്. അപ്പൊ എന്തായാലും കണിയൊക്കെ റെഡി ആവട്ടെ. നമുക്ക് നാളെ രാവിലെ ഇവിടെ നമ്മൾ കഴിഞ്ഞ വട്ടം ഇവിടെ തന്നെയല്ലേ ഇവിടെ വെച്ചേ? അവിടെ തന്നെയാണ് മൊത്തം സെറ്റാക്കാൻ പോകുന്നത്. എന്തായാലും ബാബ എന്തായാലും രണ്ടാളും കൂടി സെറ്റാക്കും. രാവിലെ എത്ര മണിക്ക് കണി കാണാം? 4 മണി മുതൽ 6 മണി വരെ. അപ്പൊ എന്തായാലും സെറ്റാക്കി. ഞാനും ബബ്ലുവും കൂടി. ഞാൻ ബബ്ലുവിനെ ഉറക്കാം. എന്നാ ഞാനും വരെ ഹെൽപ്പ് ചെയ്യാം. ആള് ഇത്തവണ വെക്കുന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ നല്ല സെറ്റ് ആക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത വിഷുവിനില്ലേ ഇതുപോലെ ഒരാളും കൂടി ഉണ്ടാവൂലേ? ബബുവിന്റെ ബേബി ഉണ്ടാവൂലേ? ബബുവിന്റെ കൂടെ കളിക്കേ? ബബ്ലു ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. അമ്മ പറയാ എന്താ ചെയ്യണ്ടേന്ന്. വാവേ ഇന്ന് ചക്ക കിട്ടാൻ കൊറേ കഷ്ടപ്പെട്ടു. പക്ഷെ അവസാനം ഒരു കുഞ്ഞു ചക്ക, അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല വാലുള്ള ഒരു കുഞ്ഞു ചക്ക കിട്ടി. നല്ല ഭംഗിയുള്ള കുഞ്ഞു. അത് കഴിഞ്ഞ ചക്ക, പൈനാപ്പിൾ, ചക്ക, ആപ്പിൾ, ഓറഞ്ച് എല്ലാം ഉണ്ട്. വേറെ എന്താ, മുന്തിരി, വലിയൊരു മുന്തിരി കിട്ടിയേക്ക്. അങ്ങനെ കണിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോ സൈഡിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. ധാന്യങ്ങൾ, പച്ചക്കറി എല്ലാം ഇനി അവിടെ സെറ്റാക്കണം. എന്നിട്ട് രാവിലെ കാണുമ്പോൾ അല്ലേ നല്ല ഇത് സത്യം പറഞ്ഞ ഒരു വർഷം തുടങ്ങുന്ന പോലെ അല്ലേ? കണിയൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ 4 മണിയാകുമ്പോൾ പോയിട്ട് കണി കാണാം. രാവിലെ തന്നെ കണിയൊക്കെ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മൾ രാവിലെ തന്നെ കണി കണ്ട് അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയല്ലേ? അത് കഴിഞ്ഞിട്ട് എണീച്ചാണ്. ഇനിയിപ്പം അടുക്കളത്തെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ബബ്ലൂസിന് കണി നമ്മൾ പടക്കമൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ അത് പൊട്ടിക്കണം പറ്റിയില്ല, കാരണം ആക്കും വയ്യായിരുന്നു. ബബ്ലുവിന് ഉറക്ക് ശരിയായിരുന്നില്ല. കണിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും 1:30 ആയിരുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ കിടന്നുറങ്ങിപ്പോയി. ഇനിയിപ്പം സദ്യയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ വാവേൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒത്തുള്ളൊരു വിഷുവാണ് ഇത്തവണ. അപ്പം നമ്മുടെ സദ്യ കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? നോർമലായിട്ട് ഫുള്ള് വെജിറ്റേറിയൻ അല്ല. നമ്മൾ മലയാളികളൊക്കെ വിഷുവിനായാലും കുറച്ച് ചിക്കനും. ശരിയല്ലേ? ചില ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു, വിഷുവിന് എന്താ അല്ല ഓണത്തിന് എന്താ ചിക്കൻ എന്ന്. പക്ഷെ നമ്മൾ എൻ്റെ ചെറുപ്പം തൊട്ടേ ഒരു ചിക്കനോ ഒരു മീനോ സദ്യയിൽ ഉണ്ടാവും അല്ലേ? ഇൻ്റെത് ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല, മിക്കപ്പോഴും വെജിറ്റേറിയൻ ആയിരിക്കും. പക്ഷെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല നോൺ അധികം വെച്ച്. ഇവിടെ വന്നതിന് ശേഷം ഫുൾ എന്തായാലും നോൺ ഐറ്റംസ് ഉണ്ട് എല്ലാ സദ്യയിലും. കല്യാണം പോലെ പോയാലും സദ്യൻ്റെ കൂടെ ഒരു ചിക്കൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അതായത് ഇത് ചോറ്, ഇത് അവിയൽ, സാമ്പാർ, പച്ചടി, കൂട്ടുകറി, ഇത് മോര് കറി, ഉപ്പേരി,
പുളിയിഞ്ചി, പിന്നെ ചിക്കൻ ഗ്രേവി കുറഞ്ഞ ടൈപ്പാ. ഇനി പപ്പടം പൊരിയാൻ വേണ്ടി നമ്മൾ ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചതുണ്ടല്ലോ. മീൻ പൊരിച്ചത്, എല്ലാ മീൻ, അടിപൊളി മീൻ പൊരിച്ചത്. അപ്പം നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് അമ്മേ, നമുക്ക് 3 ആക്കും പോയി വിഷു കോടി എടുത്തിട്ട് വരാം. ഇതാണ് വാവേന്റെ വിഷുക്കോടി. ഈ തവണത്തെ വിഷുക്കോടി വാവ തന്നെയാണ് എടുത്തത്. ഞാൻ എനിക്ക് തന്നെ എടുത്ത വിഷുക്കോടി. അമ്മയ്ക്കും വാവ തന്നെയാണ് എടുത്തത് വിഷുക്കോടി. എനിക്കൊന്ന് എല്ലാവർക്കും ബബ്ലുവിന് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും വാവ തന്നെ എടുത്തത്. ബബ്ലുവിന് എടുക്കാൻ പോയ ദിവസം ഞാൻ പറഞ്ഞു വേണം, ഞാൻ അന്നെന്തോ ബുദ്ധിമുട്ടൊന്നും അല്ലാതെ ബബ്ലുവിന് എടുക്കാനല്ല. അപ്പൊ അന്ന് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവസാനം ഇന്നലെ രാത്രി 10 മണിക്കാ പോയി എടുത്തത്. പിന്നെ ഓരോ ദിവസം വയ്യാണ്ടായി, ആകെ ദിവസങ്ങൾ പോയി. അപ്പോൾ ഇപ്പൊ ഇന്നലെ പോയിട്ടാണ് ബബ്ലുവിന് വേഗം എടുത്തത് തിരക്കിട്ടിട്ട്. ഇതാണ് വാവ എനിക്ക് എടുത്തു തന്ന ഷർട്ട്. എനിക്ക് ഞാൻ ഇപ്പോൾ മെലിഞ്ഞപ്പോൾ ഞാൻ സാധാരണ എക്സൽ എടുക്കില്ല, പക്ഷെ ഇത് ലാർജ് എനിക്ക് കറക്റ്റായി, അത് ഫിറ്റായി നിൽക്കുമ്പോൾ എനിക്കിത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇത് മാത്രമല്ല, എനിക്ക് വേറൊരു ഷർട്ടും അതേപോലത്തെ ഒരു ടീഷർട്ട്. ആ ഷർട്ട് എനിക്ക് എടുത്തപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കില്ല, ഒരു വേറെ ടൈപ്പാണ്, ഇഷ്ടമായിക്കില്ല. പക്ഷെ ഇട്ട് വന്നപ്പോൾ എനിക്കത് ഇതിലും ഇഷ്ടമായി. അത് ഇനി ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഇടണം, അത് എടുത്തു വെച്ചതാണ്. ഇതാണ് എൻ്റെ ഡ്രസ്. ഇനി വാവേൻ്റെ അമ്മയും അമ്മൂമ്മ എപ്പോൾ എത്തും അന്നേരം നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. വാവേൻ്റെ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് കൊണ്ട് കൊടുക്കാം. അമ്മ വന്നിട്ടുണ്ട്. ഹാപ്പി വിഷു. ഞാൻ ഈ തവണ ബബ്ലുവിനും അമ്മയ്ക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, എനിക്ക് പോലും വാങ്ങിയിട്ടില്ല. ബബ്ലൂസ് മാത്രല്ലേ വാവേ, ബബ്ലൂസ് മാത്രം സദ്യ ഒഴിവാക്കി നെയ്ച്ചോറ് വേണം പറഞ്ഞ് നെയ്ച്ചോറ് വെച്ച് കഴിച്ച. വാവയാണെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മുന്നേ അല്ലേ കഴിച്ചത്, അതുകൊണ്ടാണ് സദ്യ കഴിക്കാത്തത്. ചില ആൾക്കാരെ വിചാരിക്കും എന്താ സദ്യ കഴിക്കാത്തതെന്ന്. ഞാൻ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കഴിക്കാനുള്ളത് അമ്മ കഴിക്കാണ്ട്, അച്ചുണ്ട് ഇതിൽ, അമ്മ കഴിക്കാണ്ട്, പൊന്നു കഴിക്കാണ്ട്, വാവേൻ്റെ അമ്മ കഴിക്കാണ്ട്, ബാക്കി എല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഡയറ്റും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് കുറേ ദിവസത്തിന് ശേഷം ചോറ് ഇങ്ങനെ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, വയറ് നിറയ്ക്കുന്ന അത്രയും കഴിച്ചു. പക്ഷെ കഴിച്ചിട്ടുള്ളൂ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലത്തെ ഭക്ഷണം ഇങ്ങനെ എല്ലാവരും കൂടി ഒത്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ്. ഇന്ന് വിഷുവിന് എല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ വാവയും കഴിക്കുന്നുണ്ട്. കഴിച്ചോ? കാരണം മീനിന്റെ ഒക്കെ മണമുള്ളതിനെ കൊണ്ടാണ് അന്നേരം അവിടെ ഇരിക്കാൻ. ഇപ്പൊ മീനിന്റെ മണം തീരെ പ്രഗ്നൻസി പറ്റുന്നില്ല. ഈ പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നുന്നത് പ്രോൺസ് മാത്രമേ മീനായിട്ട് കഴിച്ചിട്ടുള്ളൂ. അതും നമ്മളെ നാടൻ ടൈപ്പ് അങ്ങനെ വെച്ചതിലല്ല, അല്ലാതെ വെച്ചതില്. പക്ഷെ നാടൻ കറീൻ്റെ ഒക്കെ മണം അടിച്ചാലും എനിക്ക് എന്തോ പോലെ. ഇപ്പം അതുകൊണ്ട് ആരെയും കൂടി ഇരുന്നില്ല, ഞാൻ വിചാരിച്ച എല്ലാവരും കഴിഞ്ഞോട്ടെ എന്നിട്ടിരിക്കാതെ. ചിക്കൻ പച്ചടി, അവിയല്, എൻ്റെ ഫേവറേറ്റ് ശർക്കര ഉപ്പേരി. അപ്പം നമ്മളെ വിഷു ഇങ്ങനെയാണ്. ഉച്ചയായി, വാവ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി ഒന്ന് കഴിക്കണം. നമ്മൾ ഈ വിഷുവിന് വിട്ടുപോയൊരു കാര്യമുണ്ട്, അതിനിപ്പോൾ വൈകുന്നേരം ചെയ്യണം. അല്ലേ, പടക്കം നമ്മളൊരു ലോഡ് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വൈകുന്നേരം ഇരുടായിട്ട് പൊട്ടിക്കണം അല്ലേ? എന്താണ് ക്ഷീണം പിടിച്ച വിഷുവിന്? എല്ലാരും വിഷുവൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം കഴിച്ചിരിക്കല്ലേ? ഒരു കുട്ടി കൃഷ്ണനോ രാധയോ ഇവിടെ കുമ്പയിലുണ്ട്. ഓൺ ദ വേ. അടുത്ത വിഷുവിന് ആള് പുറത്തുണ്ടാവും, ഈ വിഷുവിന് അകത്തുനിന്ന് കണിയുണ്ട്. എന്താ പറയാ, അടുത്ത വിഷുവിന് ആള് വരട്ടെ അല്ലേ? അടുത്ത വിഷു അടിപൊളിയാവട്ടെ. വിഷുവിന് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണല്ലേ? അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസ. എന്താ പറ, കറക്റ്റായിട്ട് പറ. എല്ലാവർക്കും വിഷു ആശംസകൾ. അത് തന്നെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.